പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും വേണ്ടിയിലേക്ക് സ്വാഗതം. നമ്മൾ ഗവർണർ ജനറൽമാരുടെ നാലാമത്തെ ഭാഗത്തേക്ക് കിടക്കാം. ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടും വില്യം ബെന്റിക് പ്രഭുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. 1805 മുതൽ 1807 വരെ ആക്ടിംഗ് ഗവർണർ ജനറൽ ആയിരുന്ന ജോർജ് ബെർളയെ കുറിച്ച് പഠിച്ചു. 1807 മുതൽ 13 വരെ മിന്റോ പ്രഭു ഒന്നാമനായിരുന്നു ഗവർണർ ജനറൽ. 1813 മുതൽ 23 വരെ ഹേസ്റ്റിങ്സ് പ്രഭുവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആംജസ്റ്റ് പ്രഭു 1823 മുതൽ 28 വരെ ബംഗാളിന്റെ ഗവർണർ ജനറലായി സേവനം ചെയ്തു. തുടർന്ന് ബംഗാളിന്റെ ഗവർണർ ജനറലായിട്ട് മാറുന്നത് വില്യം ബെന്റിക് പ്രഭുവാണ്. വില്യം ബെന്റിക് പ്രഭുവിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ബംഗാളിന്റെ അല്ലെങ്കിൽ ബംഗാൾ പ്രവിശ്യയുടെ അവസാന ഗവർണർ ജനറലും ബ്രിട്ടീഷ് ഇന്ത്യ മൊത്തത്തില് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലും ആരാണ്? നമ്മുടെ വില്യം ബെന്റിക്കാണ്. ഇവിടെ ചെറിയൊരു അക്ഷരം മാറിയാൽ ആൻസർ മാറും. ഫോർ എക്സാമ്പിൾ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാൽ അത് വില്യം ബെന്റിക്കുമാണ്. നമ്മുടെ സെന്റൻസ് നോക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ വില്യം ബെന്റിക്. അത് ഒരിക്കലും മാറാൻ പാടില്ല. ഇങ്ങനെ പറയുമ്പോഴും ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞുതരാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ എന്ന വാക്കിന് പകരം നമുക്ക് വേറൊരു സെന്റൻസ് എടുട്ടെ. ഇന്ത്യയിലെ ഒരു തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം. ഇന്ത്യയിലെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം. ശരിയാണോ? ഇന്ത്യയിലെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം. ശരിയാണോ? ശരിയാണ്. ഇന്ത്യയുടെ തലസ്ഥാന നഗരമാണ് തിരുവനന്തപുരം. ശരിയാവോ? ഇല്ല. ഇന്ത്യയുടെ തലസ്ഥാന നഗരം എന്ന് പറയുമ്പോൾ നമ്മൾ ഡൽഹി പറയും. ഇന്ത്യയിലെ തലസ്ഥാന നഗരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ള ഏതൊരു തലസ്ഥാന നഗരത്തെയും പറയാം. ശരിയല്ലേ? എന്നാൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ഇന്ത്യ മൊത്തത്തിലായിരിക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെയും. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇന്ത്യക്കകത്തായിരുന്നു. എവിടെ? ബംഗാളിന്റെ ഗവർണർ ജനറൽ. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ ആകമാനം ഉൾപ്പെടും. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വില്യം ബെന്റിക് ആണ്. ഓക്കെ, അത് രണ്ടുമാണ് നിങ്ങൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പഠനത്തിലേക്ക്. വില്യം ബെന്റിക് 1828 മുതൽ 1833 വരെ ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്നു. അല്ലെങ്കിൽ പറയാം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു ഗവർണർ ജനറൽ ആയിരുന്നു. 1833 മുതൽ 35 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു. അതായത് ബ്രിട്ടീഷ് ഇന്ത്യക്ക് ആകമാനമുള്ള ഗവർണർ ജനറൽ ആയിരുന്നു. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് പ്രഖ്യാപിച്ചത് വില്യം ബെന്റിക് ആയിരുന്നു. അദ്ദേഹം ഗവർണർ ജനറലായി അധികാരമേറ്റെടുത്തപ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ഭരണം കാഴ്ചവെക്കണം എന്നാ പറയുക. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് പ്രഖ്യാപിച്ചത് വില്യം ബെന്റിക്. അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് ഫേവർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്ന് വിളിക്കാം. ദ ബെനവലന്റ് ഗവർണർ ജനറൽ. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ. എന്തൊക്കെയാണ് അദ്ദേഹം ഇന്ത്യക്കാർക്ക് വേണ്ടി ചെയ്തത് നമുക്ക് പരിശോധിക്കണ്ടേ? ജനങ്ങൾക്ക് ഫേവറായിട്ട് എന്തൊക്കെ ചെയ്തെന്ന് നോക്കണം. ആദ്യം അപ്പോൾ അദ്ദേഹം ബംഗാൾ ഗവർണറായ സമയത്ത് എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് പഠിക്കാം, അല്ലെ? 1828 അദ്ദേഹം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്നു. ആ സമയത്ത് 1829 ഡിസംബർ 4 സതി അനുഷ്ഠാനം നിരോധിച്ചു.
1829 ഡിസംബർ 4 ഭരണാധികാരി എന്ന നിലയിൽ ഗവർണർ ജനറൽ എന്ന രീതിയിൽ വില്യം ബെന്റിക്കാണ് സതി നിരോധിച്ചതെങ്കിലും അതിന് പ്രചോദനം നൽകിയത് ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് ആയിരുന്നു. സതി നിരോധിക്കുവന്നതിന് വേണ്ടിയിട്ട് പ്രചോദനം നൽകിയ, അല്ലെങ്കിൽ സതി നിരോധനത്തിന് വേണ്ടി പ്രേരണ നൽകിയ വ്യക്തിത്വം രാജാറാം മോഹൻ റോയ് ആയിരുന്നു. നമ്മൾ രാജാറാം മോഹൻ റോയ് പിന്നീട് സാമൂഹിക പരിഷ്കരണം പഠിക്കുമ്പോൾ വ്യക്തമായി പഠിക്കും. എങ്കിലും ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആയിരുന്നു. ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുവാനും സാമൂഹിക ദുരാചാരങ്ങളായ ബഹുദൈവ വിശ്വാസം, വിഗ്രഹാരാധന, സതി, അതുപോലെ തന്നെ ബഹുഭാര്യത്വം തുടങ്ങിയവയൊക്കെ നിരോധിക്കാൻ വേണ്ടി പരിശ്രമിച്ച വ്യക്തിത്വമാണ് രാജാറാം മോഹൻ റോയ്. കൂടാതെ 1829 അദ്ദേഹം വില്യം ബെന്റിക് ശൈശവ വിവാഹവും നിരോധിച്ചു. 1829 ഡിസംബർ 4 സതി നിരോധിച്ചു. 1829 തന്നെ ശൈശവ വിവാഹം നിരോധിച്ചു. നമ്മൾ പഠിച്ചു ശിശുഹത്യ നിരോധിച്ചത് റിച്ചാർഡ് വെല്ലസ്ലി ആയിരുന്നു 1802. ഇവിടെ ശൈശവ വിവാഹം നിരോധിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ശൈശവ വിവാഹം എന്ന് പറയുമ്പോൾ എപ്പോഴും കണക്ട് ചെയ്ത് ശൈശവ വിവാഹത്തിൽ എത്ര വയസ്സാണെന്നുകൂടെ നമ്മൾ പഠിക്കണം വ്യക്തമായിട്ടുണ്ട്, അല്ലെ? ഇവിടെ നമ്മൾ പറയുന്നു 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിവാഹമാണ് ശൈശവ വിവാഹം എന്ന രീതിയിൽ നിരോധിക്കുക. ആ സമയത്ത് ഇദ്ദേഹം എവിടെയായിരുന്നു? പൂർണ്ണമായും ഇന്ത്യയുടെ ഭരണാധികാരിയായിരുന്നു? അല്ല, ബംഗാളിന്റെ ഭരണാധികാരിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ബംഗാൾ പ്രവിശ്യയിൽ മാത്രമാണ് സതി നിരോധിക്കപ്പെട്ടത്. ബംഗാൾ പ്രവിശ്യയിൽ മാത്രമാണ് സതി നിരോധിക്കപ്പെട്ടത്. ബംഗാൾ പ്രവിശ്യയിൽ മാത്രമാണ് ശൈശവ വിവാഹം നിരോധിക്കപ്പെട്ടത്. മറ്റ് എല്ലാ പ്രവിശ്യകളിലും ശൈശവ വിവാഹം ഉണ്ടായിരുന്നു, സതി അനുഷ്ഠാനമുണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയില് എന്നാണ് സതി നിരോധിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? 1987 സ്വതന്ത്ര ഇന്ത്യയില് സതി നിരോധിച്ചത്. സ്വതന്ത്ര ഇന്ത്യയില് സതി നിരോധിക്കുന്നത് 1987. അത് മനസ്സിലുണ്ടായിരിക്കട്ടെ. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ വനിതകളുടെ സംരക്ഷണ നിയമങ്ങൾ എന്ന കാറ്റഗറിക്ക് അത് പഠിക്കേണ്ടതാണ്. എങ്കിലും ജസ്റ്റ് സൂചിപ്പിച്ചെന്ന് മാത്രം കേട്ടോ. അപ്പൊ ബംഗാൾ പ്രവിശ്യയിൽ മാത്രമാണ് അദ്ദേഹം സതി നിരോധിച്ചതെന്ന് വില്യം ബെന്റിക്ക് 1829 ഡിസംബർ 4 അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ക്ലിയർ? ഇനി അടുത്ത് പറയുന്നു, കറുപ്പ് കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഈ കറുപ്പ് എന്ന് പറയുന്നത് ലഹരി പദാർത്ഥമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെ? കറുപ്പ് എന്ന ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ലഹരി വാങ്ങുന്നതിന് വേണ്ടി സാധാരണക്കാരായ ജനങ്ങൾ കൂടുതൽ കാശ് ചെലവഴിച്ചെന്ന് വരും. അത് ആ വ്യക്തിയെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് വലിച്ചിഴച്ചെന്ന് വരും. അതുകൊണ്ട് കറുപ്പ് കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഓക്കെ, അപ്പൊ കറുപ്പ് കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യം ബെന്റിക്കാണ്. മറക്കല്ലേ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. 1828 ബംഗാളിന്റെ ഗവർണർ ജനറലായി. 1829 ഡിസംബർ 4 അദ്ദേഹം സതി നിരോധിച്ചു. സതി നിരോധിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി, അല്ലെങ്കിൽ പ്രചോദനം നൽകിയ വ്യക്തി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ്. 1829 ശൈശവ വിവാഹം നിരോധിച്ചു. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിവാഹമാണ് ശൈശവ വിവാഹം എന്ന രീതിയിൽ നിരോധിക്കുക. അത് ബംഗാൾ പ്രവിശ്യയിൽ മാത്രമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ബംഗാൾ പ്രവിശ്യയിൽ കറുപ്പ് കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. 1830 തഗ്ഗുകളെ അമർച്ച ചെയ്തു. ഈ തഗ്ഗുകൾ എന്ന് പറയുന്നത് പ്രാദേശിക കൊള്ളക്കാരായിരുന്നു കേട്ടോ. സാധാരണക്കാരായ ഗ്രാമങ്ങളില്, സാധാരണക്കാർ താമസിക്കുന്ന ഗ്രാമങ്ങൾ ഒരുമിച്ച് കൊള്ളയടിക്കുകയും സമുദ്ര കൈക്കലാക്കി അവരെ എതിർക്കുന്നവരെ നിഷ്കരണം കൊന്നുകളയും ചെയ്യുന്ന കൊള്ളക്കാരായിരുന്നു തഗ്ഗുകൾ എന്ന് പറയുന്നത്. ഈ തഗ്ഗുകളെ അമർച്ച ചെയ്യുകയും ഗ്രാമീണ ജനതയ്ക്ക് വലിയൊരു ആശ്വാസം പകരുകയും ചെയ്തു. തഗ്ഗുകളെ അമർച്ച ചെയ്യുവാനുള്ള സൈനിക നീക്കത്തിന് നേതൃത്വം നൽകിയത്, സൈനിക നേതൃത്വം വഹിച്ചത് വില്യം സ്ലീമാൻ എന്ന വ്യക്തിയായിരുന്നു. വില്യം സ്ലീമാനെയൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ സാറേ? ഉണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് PSC ചോദിച്ചിട്ടുണ്ട്. വില്യം സ്ലീമാനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? വില്യം സ്ലീമാനെ ഇന്ത്യൻ ഫാൻഡം എന്നാണ് വിശേഷിപ്പിക്കുക. അപ്പൊ ഇന്ത്യൻ ഫാൻഡം എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ മറന്നു പോകില്ലേ? വില്യം സ്ലീമാനാണ്. ഇന്ത്യൻ ഫാൻഡം എന്നറിയപ്പെടുന്ന ആരാണ്? വില്യം സ്ലീമാനാണ്. വില്യം സ്ലീമാന്റെ പ്രത്യേകത എന്താ? 1830
തഗ്ഗുകൾ എന്ന കൊള്ളക്കാരെ അമർച്ച ചെയ്യാൻ നേതൃത്വം നൽകിയ സൈനിക ഉദ്യോഗസ്ഥൻ. ആരുടെ കാലഘട്ടത്താണ് തഗ്ഗുകൾ അമർച്ച ചെയ്തതെന്ന് ചോദിച്ചാൽ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെന്റിക്കിന്റെ കാലഘട്ടത്തിൽ. തുടർന്ന് കൂർഗ് ഭൂപ്രദേശം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. കൂർഗ് ഭൂപ്രദേശം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നത് ആര് തന്നെയാണ്? നമ്മുടെ വില്യം ബെന്റിക്കിന്റെ കാലഘട്ടത്താണ്. 1833 മൂന്നാം ചാർട്ടർ നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയത് വില്യം ബെന്റിക്കിന്റെ കാലഘട്ടത്തായിരുന്നു. ഈ മൂന്നാം ചാർട്ടർ നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആയിട്ട് ആര് മാറി? നമ്മുടെ വില്യം ബെന്റിക്ക് മാറുന്നു. 1833 മൂന്നാം ചാർട്ടർ നിയമം പാസാക്കുന്നത് വില്യം ബെന്റിക്കിന്റെ കാലഘട്ടത്താണ്. പാസാക്കുന്ന ആരാ? ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ഈ ചാർട്ടർ നിയമപ്രകാരം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് ആര് മാറി? നമ്മുടെ വില്യം ബെന്റിക്ക് മാറി. സെന്റൻസ്: ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ. ബംഗാളിന്റെ ആദ്യ ഗവർണർ ജനറൽ എന്നോ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ എന്നോ ചോദിച്ചാൽ നമ്മൾ ആരുടെ പേര് പറയണം? യെസ്, വാറൻ ഹേസ്റ്റിങ്സിന്റെ പേര് പറയണം. ശരിയല്ലേ? നമ്മൾ കൃത്യമായി തന്നെ പഠിച്ചിരുന്നു. ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്നു വാറൻ ഹേസ്റ്റിങ്സ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ എന്ന് പറയണം. ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ, ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ, വാറൻ ഹേസ്റ്റിങ്സ്. ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, വില്യം ബെന്റിക്. ഓക്കെ, ഇംഗ്ലീഷ് എഴുതുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് അർത്ഥം വേർതിരിച്ചറിയാം. ഓക്കെ, സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക, ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ക്ലിയർ ആണേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? അപ്പൊ ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന സമയത്ത് വില്യം ബെന്റിക് എന്തൊക്കെ ചെയ്തു എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഒന്നുകൂടെ നോക്കാം. അപ്പൊ വില്യം ബെന്റിക് 1828 മുതൽ 33 വരെ ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്നു. 1833 മുതൽ 35 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് മാറി. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് പ്രഖ്യാപിച്ചത് ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് പ്രഖ്യാപിച്ചത് വില്യം ബെന്റിക് പ്രഭുവാണ്. 1828 ബംഗാളിന്റെ ഗവർണർ ജനറലായി മാറി. 1829 ഡിസംബർ 4 സതി നിരോധിച്ചു. സതി നിരോധിക്കാൻ പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ സതി നിരോധിച്ചത് എന്നായിരുന്നു? 1987 ആണ് എന്ന കാര്യം ഓർമ്മയിലുണ്ടാവട്ടെ. 1829 ശൈശവ വിവാഹം നിരോധിച്ചു. 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിവാഹമാണ് ശൈശവ വിവാഹം എന്ന് കണക്കാക്കുക. കറുപ്പ് കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതും ആര് തന്നെ? വില്യം ബെന്റിക് പ്രഭു തന്നെ. ഇനി ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ കൂട്ടിച്ചേർക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഈ ശൈശവ വിവാഹം നിരോധിച്ചപ്പോൾ വില്യം ബെന്റിക് ആരായിരുന്നു? ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്നു അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നേ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആകമാനം ശൈശവ വിവാഹം നിരോധിച്ചത് എന്നാണ്. അറിയാമോ? 1929 ശാരദ ആക്ടിലൂടെ, ശാരദാ നിയമമനുസരിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആകമാനം ശൈശവ വിവാഹം നിരോധിച്ചത് 1929 ശാരദാ നിയമമനുസരിച്ച്. ആ സമയത്ത് വൈസ്രോയി എന്ന് പറയുന്നത് ഇർവിൻ പ്രഭുവായിരുന്നു. ഇർവിൻ പ്രഭുവാണ് നിരോധിക്കുക. ഇർവിൻ പ്രഭു 1929. അതിന് പ്രേരണ നൽകിയത് ആരായിരുന്നു? ഹർബിലാസ് ശാരദ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവും. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും അതോടൊപ്പം തന്നെ സാമൂഹിക പരിഷ്കർത്താവുമായ ഹർബിലാസ് ശാരദ എന്ന പുരുഷൻ പ്രചോദനം നൽകിയത് കൊണ്ട് ആ നിയമത്തിന് എന്തെന്ന് പേരിട്ടു? ശാരദാ നിയമം എന്ന് പേരിട്ടു. അവിടെ ശൈശവ വിവാഹം എന്ന് പറയുമ്പോൾ ആൺകുട്ടികളാണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ളതും പെൺകുട്ടികളാണെങ്കിൽ 14 വയസ്സിന് താഴെയുള്ളവരുടെ വിവാഹമാണ് നിരോധിക്കുക. വീണ്ടും സ്വതന്ത്ര ഇന്ത്യയിൽ ശൈശവ വിവാഹം നിരോധിച്ചതെന്നാണ് 2006. സ്വതന്ത്ര ഇന്ത്യയിൽ ശൈശവ വിവാഹം നിരോധിച്ചത് 2006.
ആ സ്വതന്ത്ര ഇന്ത്യയിലെ ശൈശവ വിവാഹ നിരോധന നിയമം 2006 പറയുന്നത് ആൺകുട്ടികളാണെങ്കിൽ 21 വയസ്സിന് താഴെയും പെൺകുട്ടികളാണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ളയും വിവാഹം നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. നമ്മൾ പറയുമ്പോൾ പൊതുവായി പറയുമ്പോൾ ഇതൊക്കെ എന്താ ശൈശവ വിവാഹമാണ്. പക്ഷേ ശൈശവ വിവാഹം എന്ന് പറയുമ്പോൾ ഏജ് കാറ്റഗറി കൂടെ അവിടെ പറയണം. എങ്കിലേ പൂർണ്ണമായും ശരിയാകത്തുള്ളൂ. നമ്മൾ വ്യക്തമായി പഠിക്കത്തുള്ളൂ. ക്ലിയർ? അപ്പൊ മറന്നു പോകരുത് കേട്ടോ. 1829 വില്യം ബെന്റിക് ബംഗാളിന്റെ ഗവർണർ ജനറലായിരുന്ന സമയത്ത് ബംഗാൾ പ്രവിശ്യയിൽ ശൈശവ വിവാഹം നിരോധിച്ചു. അവിടെ 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിവാഹമാണ് ശൈശവ വിവാഹമായി കണക്കാക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആകമാനം ശൈശവ വിവാഹം നിരോധിക്കുന്നത് 1929 അതിന് കാരണമായ നിയമം ശാരദാ നിയമം. ഇർവിൻ പ്രഭു എന്ന വൈസ്രോയുടെ കാലഘട്ടത്ത് ഹർബിലാസ് ശാരദ എന്ന സാമൂഹിക പരിഷ്കർത്താവ് പ്രചോദനം നൽകി. 1929 ശാരദാ നിയമം അനുസരിച്ച് ആൺകുട്ടികളാണെങ്കിൽ 18 വയസ്സിന് താഴെയും പെൺകുട്ടികളാണെങ്കിൽ 14 വയസ്സിന് താഴെയുള്ള വിവാഹം എന്ത് ചെയ്തു? നിയമം മൂലം നിരോധിച്ചു. സ്വതന്ത്ര ഇന്ത്യയിലായിക്കോട്ടെ, സ്വതന്ത്ര ഇന്ത്യയിലെ ശൈശവ വിവാഹ നിരോധന നിയമം പാസ്സാക്കുന്നത് 2006 ആൺകുട്ടികളാണെങ്കിൽ 21 വയസ്സിന് താഴെയും പെൺകുട്ടികളാണെങ്കിൽ 18 വയസ്സിന് താഴെയുമുള്ള വിവാഹം എന്ത് ചെയ്യുന്നു? നിയമം മൂലം നിരോധിക്കുന്നു. അത് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കേണ്ട ഏരിയ ആണ് ഈ സ്വതന്ത്ര ഇന്ത്യയിൽ 2006 ശൈശവ വിവാഹ നിരോധന നിയമം. ഈ ശൈശവ വിവാഹ നിരോധന നിയമം ഉറപ്പുവരുത്തുന്നതിന്, കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുവാനാണ് വിവാഹ രജിസ്ട്രേഷൻ നിയമം നിർബന്ധമാക്കുന്നത് 2008. വിവാഹ രജിസ്ട്രേഷൻ നിയമം 2008 പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശൈശവ വിവാഹം നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, എനിവേ നമുക്ക് തിരിച്ചു പോരാം വില്യം ബെന്റിക്കിലേക്ക്. അപ്പൊ വില്യം ബെന്റിക്കില് ബംഗാൾ ഗവർണർ ജനറലായിരുന്ന കാലഘട്ടത്ത് കറുപ്പ് കച്ചവടത്തിന് എന്ത് ചെയ്തു? നിരോധനം ഏർപ്പെടുത്തി. 1830 കൊള്ളക്കാരായ തഗ്ഗുകളെ അമർച്ച ചെയ്തു. തഗ്ഗുകളെ അമർച്ച ചെയ്യുവാനുള്ള സൈനിക നീക്കത്തിന് നേതൃത്വം നൽകിയത് വില്യം സ്ലീമാനായിരുന്നു. വില്യം സ്ലീമാനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഇന്ത്യൻ ഫാൻഡം എന്നാണ് വിളിക്കുക. ഇന്ത്യൻ ഫാൻഡം എന്നാണ് വിളിക്കുക. കൂർഗ് ഭൂപ്രദേശത്ത് ബ്രിട്ടീഷിനോട് കൂട്ടിച്ചേർത്തത് വില്യം ബെന്റിക്കിന്റെ കാലഘട്ടത്തിൽ. 1833 മൂന്നാം ചാർട്ടർ നിയമം അനുസരിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായിട്ട് ആര് മാറി? വില്യം ബെന്റിക്ക് മാറി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായിട്ട് വില്യം ബെന്റിക്ക് മാറുകയാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇദ്ദേഹം ഗവർണർ ജനറൽ ആയതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? ഈ സ്ലൈഡ് വളരെ പ്രാധാന്യമുണ്ട്. വർഷങ്ങളൊന്നും കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുക. 1834 മെക്കാളെ അധ്യക്ഷനായി ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. മെക്കാളെ അധ്യക്ഷനായി ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. ഈ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1835 റിപ്പോർട്ട് സമർപ്പിച്ചെന്ന 1835. ആ റിപ്പോർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു മെക്കാളെ മിനിറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ചോദ്യം അനുസരിച്ച് ആൻസർ ചെയ്യണം. വില്യം ബെന്റിക്കിന്റെ കാലഘട്ടത്ത് മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചതെന്ന് എന്ന് ചോദിച്ചാൽ 1834 മെക്കാളെ മിനിറ്റ്സ് എന്നാണ്, അത് മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ട്. മെക്കാളെ മിനിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്നു പറയണം 1835 എന്ന് പറയണം. ഓക്കെ, ഈ മെക്കാളെ മിനിറ്റ്സിന്റെ അല്ലെങ്കിൽ മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുക. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നത് മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ 1835 ഇംഗ്ലീഷാക്കി മാറ്റിയതും ആരുടെ നിർദ്ദേശപ്രകാരമാണ്? മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷന്റെ. അപ്പോൾ മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷന്റെ പ്രധാനപ്പെട്ട 2 നിർദ്ദേശങ്ങളായിരുന്നു. ഒന്ന്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കണം. 2, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്താക്കി മാറ്റണം? ഇംഗ്ലീഷാക്കി മാറ്റണം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്താക്കി മാറ്റണം? ഇംഗ്ലീഷാക്കി മാറ്റുകയും വേണം. ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ ഇതെന്നാ നടപ്പിലാക്കുന്നത്? 35. കാരണം റിപ്പോർട്ട് 35 വരിക. അന്നോട്ട് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നു. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്താക്കി മാറ്റുന്നു? ഇംഗ്ലീഷാക്കി മാറ്റുന്നു. അതുവരെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്തായിരുന്നു? പേർഷ്യൻ ആയിരുന്നു. ഡൽഹി സുൽത്താനേറ്റിന്റെയും മുഗൾ സാമ്രാജ്യത്തിന്റെയും ഭരണം കാരണം അതുവരെ ഔദ്യോഗിക ഭാഷ എന്തായിരുന്നു? പേർഷ്യൻ ആയിരുന്നു. പേർഷ്യനെ മാറ്റി ഇംഗ്ലീഷാക്കി മാറ്റുന്നത് 1835 വില്യം ബെന്റിക്കാണ്. 1834 തന്നെ മെക്കാളയെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു നിയമ കമ്മീഷനെയും ആര് നിയമിച്ചു? വില്യം ബെന്റിക്ക് നിയമിച്ചു. 1834
മെക്കാളെ അധ്യക്ഷനായ ഒരു നിയമ കമ്മീഷനെ നിയമിച്ചു. ആ നിയമ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് 1860 ആ റിപ്പോർട്ട് IPCCP എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ. അത് 1860 വരിക. 60 സമർപ്പിക്കുന്നത് റിപ്പോർട്ട്. കാരണം ക്രിമിനൽ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത വരുന്നത് വരെ അതാണ് നമ്മൾ ഉപയോഗിച്ചത്. ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനം എന്ത് തന്നെയാണ്? ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ എന്ന മെക്കാളെ അധ്യക്ഷന നിയമ കമ്മീഷന്റെ നിർദ്ദേശങ്ങളായിരുന്നു. അപ്പൊ ഇത് സമർപ്പിക്കുന്ന 1860 ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയിയായി സേവനം ചെയ്തത് കാനിങ് പ്രഭുവാണ്. അപ്പൊ കാനിങ് പ്രഭുവിന്റെ കാലഘട്ടം നമ്മൾ പഠിക്കുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ അഥവാ IPCCP കുറിച്ച് ആധികാരികമായി നമുക്ക് പഠിക്കാം. IPCCP എന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1860 ആ ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വരുന്നത് 1862 ജനുവരി 1 നമ്മൾ കാനിങ് പ്രഭു പഠിക്കുമ്പോൾ അവിടെ വിശദമായിട്ട് അത് നമുക്ക് പഠിക്കാം. എങ്കിലും ഓർമ്മ ഉണ്ടാവട്ടെ, അവിടെ നമ്മൾ കാനിങ് പ്രഭു പഠിക്കുമ്പോൾ പറയും ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ 1860 രൂപീകരിച്ചു. നിർദ്ദേശം നൽകിയത് മെക്കാളെ നിയമ കമ്മീഷനാണ്. ആ മെക്കാളെ നിയമ കമ്മീഷനെ നിയമിച്ചത് 1834 വില്യം ബെന്റിക്കിന്റെ കാലഘട്ടത്തായിരുന്നു എന്ന് നമ്മൾ പഠിക്കും. കണക്റ്റഡ് ആണ് കേട്ടോ, ഇത് രണ്ടും മറന്നു പോകല്ലേ. അപ്പോൾ 2 കമ്മീഷനെ നിയമിക്കുകയാണ് 1834 വില്യം ബെന്റിക്കിന്റെ കാലഘട്ടത്തിൽ. ഒന്ന് മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷനും 2 മെക്കാളെ നിയമ കമ്മീഷനും. ഓക്കെ അല്ലേ? ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? യെസ്, 1934 മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. റിപ്പോർട്ട് മെക്കാളെ മിനിറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചത് 1835 അല്ലെങ്കിൽ മെക്കാളെ മിനിറ്റ്സ് എന്നായിരുന്നു 1835. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് മെക്കാളെയായിരുന്നു, അല്ലെങ്കിൽ മെക്കാളെ മിനിറ്റ്സിന്റെ നിർദ്ദേശപ്രകാരം വില്യം ബെന്റിക് ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആക്കി മാറ്റിയത് മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വില്യം ബെന്റിക് ആണ്. ഇത് വർഷം 1835. അതുവരെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്തായിട്ടാണ് കണക്കാക്കിയിരുന്നത്? പേർഷ്യൻ ആയിട്ട്. ക്ലിയർ? അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആക്കി മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭരണപരമായ കാര്യങ്ങളും ഇംഗ്ലീഷിലായിരിക്കും അല്ലെ. പക്ഷേ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഇന്ത്യക്കാരായ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാത്ത സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് മാറി. ജനങ്ങൾ പരാതി അറിയിച്ചു. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, നമ്മുടെ വില്യം ബെന്റിക് ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്ന് പ്രഖ്യാപിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം, അത് ജനങ്ങളുടെ ഹിതമനുസരിച്ച് ഭരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാക്കി മാറ്റിയപ്പോൾ എല്ലാ ഭരണകാര്യങ്ങളും ഇംഗ്ലീഷിലാക്കി മാറ്റി, കോടതി വ്യവഹാരങ്ങളൊക്കെ ഇംഗ്ലീഷിലാക്കി മാറ്റി. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു അതിലൊരു മാറ്റം കൊണ്ടുവരണം. അപ്പോൾ ഉദാരമനസ്കനായ പാവ മനുഷ്യനായ വില്യം ബെന്റിക് എന്ത് ചെയ്തു? അതിലൊരു മാറ്റം കൊണ്ടുവന്നു. അദ്ദേഹം കോടതികളിൽ പ്രാദേശിക ഭാഷയിൽ അപേക്ഷ സമർപ്പിച്ചാൽ മതി എന്ന അനുമതി നൽകുകയാണ് ജനങ്ങൾക്ക്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജനങ്ങൾ എന്തെന്ന് വിളിച്ചത്? ഉദാരമനസ്കനായ ഗവർണർ ജനറൽ. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാക്കി മാറ്റിയത് 1835. തുടർന്ന് എല്ലാ വ്യവഹാരങ്ങളിലും ഇംഗ്ലീഷിന്റെ ആധിക്യമുണ്ടായി. പക്ഷെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിച്ചു? അതിനൊരു മാറ്റം കൊണ്ടുവരാൻ ആര് തയ്യാറായി? വില്യം ബെന്റിക്. അതാണ് നമ്മൾ ഇനി അടുത്ത് പറയുന്നത്. 1835 കോടതിയിൽ പ്രാദേശിക ഭാഷയിൽ അപേക്ഷ സമർപ്പിക്കുവാൻ അനുമതി നൽകി. പ്രാദേശിക ഭാഷയിൽ പരാതി സമർപ്പിക്കാൻ അനുമതി നൽകിയത് ആരായിരുന്നു? വില്യം ബെന്റിക് പ്രഭുവായിരുന്നു. മറക്കില്ലല്ലോ. സിമ്പിൾ. 1835 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ ആരംഭിച്ചു. 1835 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഇവിടെ ആരംഭിച്ചു? കൽക്കട്ടയിൽ. ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. PS സ്ഥിരം ചോദിക്കുന്നതാണ്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ആദ്യ മെഡിക്കൽ കോളേജ് ആയിരുന്നു ഈ കൽക്കട്ട മെഡിക്കൽ കോളേജ്. ഏഷ്യയിലെ തന്നെ ആദ്യ മെഡിക്കൽ കോളേജ് കൽക്കട്ട മെഡിക്കൽ കോളേജ് ആയിരുന്നു. ഏഷ്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജും കൽക്കട്ട മെഡിക്കൽ കോളേജ് തന്നെ. മറക്കില്ലല്ലോ. ആരുടെ കാലഘട്ടത്തിൽ കൽക്കട്ട മെഡിക്കൽ കോളേജ് ആരംഭിക്കുക? വില്യം ബെന്റിക്കിന്റെ കാലഘട്ടം. ഇനി ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ, അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ്
എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അഥവാ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ അഥവാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ്. ആധുനിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തന്നെയാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യയിൽ നോക്കുമ്പോൾ യൂറോപ്പ് പടിഞ്ഞാറ് ഭാഗത്താണ്, ഇംഗ്ലണ്ട് പടിഞ്ഞാറ് ഭാഗത്താണ്. അതുകൊണ്ട് അവർ കൊണ്ടുവന്ന വിദ്യാഭ്യാസം നമ്മൾ എന്തെന്ന് വിളിച്ചു? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, പാശ്ചാത്യ വിദ്യാഭ്യാസം. അത് തന്നെയല്ലേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. മൂന്നും ഒന്ന് തന്നെയാണ്. PSC ചോദിക്കുമ്പോൾ 3 സെന്റൻസ് ആയിട്ട് ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് വില്യം ബെന്റിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ പിതാവ് വില്യം ബെന്റിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് വില്യം ബെന്റിക്. അത്രയേ ഉള്ളൂ. ആരുടെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച് 1834 നിയമിക്കപ്പെടുകയും 1835 റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്ത മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം. അപ്പൊ അടിസ്ഥാനപരമായി ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങാൻ കാരണം ഈ മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷന് അല്ലെങ്കിൽ മെക്കാളെ മിനിറ്റ്സ് ആണ്. അതുകൊണ്ട് നമ്മൾ മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷനെ ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ ആധുനിക അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ ആധുനിക അഥവാ ഇംഗ്ലീഷ് അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ ആധുനിക വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ ആണിക്കല്ല് എന്ന് വിളിക്കുന്നു. ആണിക്കല്ലിന്റെ ഇംഗ്ലീഷ് എന്താ? മൈൽ സ്റ്റോൺ. ആധുനിക അഥവാ ഇംഗ്ലീഷ് അഥവാ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ ആണിക്കല്ല് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺ എന്നറിയപ്പെടുന്നത് മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷൻ. ഇനി ഈ ആണിക്കൽ എന്ന വാക്കിന് പകരം അവിടെ മാഗ്ന കാർട്ട എന്നായിരുന്നുവെങ്കിൽ അതിന്റെ ഉത്തരം എന്തായിട്ട് മാറും? വുഡ്സ് ഡെസ്പാച്ച് ആയിട്ട് മാറും. വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷന്റെ റിപ്പോർട്ടായിട്ട് മാറും. അത് ഡൽഹൌസി പ്രഭുവിന്റെ കാലഘട്ടത്തിൽ 1854 ആണ്. അടുത്ത ക്ലാസ്സിൽ നമ്മളത് പഠിക്കും. അപ്പോൾ ആധുനിക അഥവാ ഇംഗ്ലീഷ് അഥവാ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട, മലയാളത്തിൽ പറഞ്ഞാൽ പ്രമാണരേഖ, മാഗ്ന കാർട്ട അഥവാ പ്രമാണരേഖ എന്നറിയപ്പെടുന്നത് 1854 വുഡ്സ് ഡെസ്പാച്ചും ആധുനിക അഥവാ ഇംഗ്ലീഷ് അഥവാ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷനുമാണ്. ക്ലിയർ ആണേ? സിമ്പിൾ അല്ലേ? യെസ്, അത്രയേ ഉള്ളൂ. നമ്മൾ വില്യം ബെന്റിക്കിനെ കുറിച്ച് ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വില്യം ബെന്റിക്കിന് ശേഷം അധികാരത്തിൽ വരുന്ന ചാൾസ് മെറ്റ്കാഫിനെ കുറിച്ച്. ചാൾസ് മെറ്റ്കാഫ് പ്രഭു 1835-36 കാലഘട്ടത്താണ് അദ്ദേഹം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായി സേവനം ചെയ്യുന്നത്. ഈ സമയത്ത് അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യം പഠിക്കാനുള്ളൂ. 1835 1799 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് റദ്ദ് ചെയ്തു. സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് ഇദ്ദേഹം റദ്ദ് ചെയ്തത് കൊണ്ട് ഇദ്ദേഹത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? യെസ്, പത്രപ്രവർത്തനത്തിന്റെ വിമോചകൻ, ലിബറേറ്റർ ഓഫ് ദ പ്രസ് എന്ന് വിളിച്ചു. 1799 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് പാസ്സാക്കിയതാരാ? റിച്ചാർഡ് വെല്ലസ്ലി. ഓർമ്മ വരുന്നുണ്ടോ? റിച്ചാർഡ് വെല്ലസ്ലി. ഞാൻ റിച്ചാർഡ് വെല്ലസ്ലി പഠിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു 1799 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് റിച്ചാർഡ് വെല്ലസ്ലി പാസ്സാക്കി. അത് പിന്നീട് ചാൾസ് മെറ്റ്കാഫ് റദ്ദ് ചെയ്തപ്പോൾ ചാൾസ് മെറ്റ്കാഫിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? പത്രപ്രവർത്തനത്തിന്റെ വിമോചകൻ എന്ന് വിളിച്ചതാണ് അല്ലേ? യെസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. സിമ്പിൾ അല്ലേ? നമ്മൾ കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ മതിയെന്നേ, നമ്മൾ മറന്നു പോകത്തില്ല. എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഈ ക്ലാസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇപ്പോ ഗവർണർ ജനറൽമാരെ പേടിയുണ്ടാവില്ല. പക്ഷെ പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഗവർണർ ജനറൽമാരെ വലിയ പേടിയായിരുന്നു. അതുകൊണ്ട് നോട്ടോ റാങ്ക് ഫെയിലോ നിങ്ങൾ വായിക്കത്തില്ലായിരിക്കും. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി, കുറച്ച് സമയം നീക്കി വെച്ചാൽ മതി. ഇനി ഈ മേഖലയിൽ നിന്ന് മാർക്ക് പോകത്തില്ല. ബി ഹാപ്പി ഓൾവേസ് കേട്ടോ. അടുത്ത് പറയട്ടെ, നമ്മളെല്ലാം കണക്ട് ചെയ്ത് പഠിക്കുവാനാണ് ശ്രമിക്കുന്നത്. അതാണ് ആധികാരികമായ പഠനം കേട്ടോ. അടുത്ത് പറയുന്നു ഓക്ലാൻഡ് പ്രൂഫ്. ഓക്ലാൻഡ് അഥവാ അക്കലാൻഡ് പ്രൂഫ് എന്നും പറയാറുണ്ട് കേട്ടോ. ഓക്ലാൻഡ് AUCK ആണ് നമ്മൾ പറയുക. അപ്പോൾ പ്രൊനൗൺസിയേഷൻ വരുന്നത് ഓക്ലാൻഡ്, ലോർഡ് ഓക്ലാൻഡ് എന്നാ പറയാ. ഓക്ലാൻഡ് പ്രൂഫ് 1836 മുതൽ 42 വരെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായി സേവനം ചെയ്യുന്നത്. ഇത്രയും കാലഘട്ടം അദ്ദേഹം അഫ്ഗാനുമായി യുദ്ധം ചെയ്തു. ഈ ഭരണം ഏറ്റെടുത്തത് തൊട്ട്
അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോകുന്നത് വരേക്കും ആരുമായിട്ട് ഏറ്റുമുട്ടി? അഫ്ഗാനുമായി ഏറ്റുമുട്ടി. ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം. പ്രത്യേകിച്ച് ഒന്നും നേടാനില്ലാതെയാണ് അദ്ദേഹം അഫ്ഗാനുമായി ഏറ്റുമുട്ടുന്നത്. അഫ്ഗാൻ എന്ന പ്രദേശം കറുപ്പ് കൃഷിക്ക് പ്രാധാന്യമുണ്ടെങ്കിലും, പുകയില കൃഷിക്ക് പ്രാധാന്യമുണ്ടെങ്കിലും, അത് യൂറോപ്പിൽ അത്രയധികം പോപ്പുലർ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം പാഴ്ചിലവായിരുന്നു, അല്ലെങ്കിൽ പാഴായിപ്പോയതാണ്, പ്രയോജനമില്ലാത്തതാണ് എന്ന അർത്ഥത്തിൽ ചരിത്രം ഓക്ലാൻ പ്രഭുവിനെ എന്തെന്ന് വിശേഷിപ്പിക്കാറുണ്ട്? ഈ 1836 മുതൽ 42 വരെ അദ്ദേഹം ചെയ്ത ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തെ ഓക്ലാൻഡിന്റെ വിഡ്ഢിത്തം എന്നാണ് വിശേഷിപ്പിക്കുക. അപ്പോൾ ഓക്ലാൻഡിന്റെ വിഡ്ഢിത്തം എന്നറിയപ്പെടുന്നത് 1836 മുതൽ 42 വരെ നടന്ന ആംഗ്ലോ അഫ്ഗാൻ യുദ്ധമാണ്. ഒരു പ്രയോജനവും ബ്രിട്ടീഷുകാർക്ക് കിട്ടിയില്ല ആ യുദ്ധം കൊണ്ട്. 1842 ബോംബെ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ആയിരുന്നു ഏത്? നമ്മുടെ ബോംബെ മെഡിക്കൽ കോളേജ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ മെഡിക്കൽ കോളേജ് എന്നായിരുന്നു? 1835 ആരുടെ കാലഘട്ടത്ത്? വില്യം ബെന്റിങ്ങിന്റെ കാലഘട്ടത്ത്. എവിടെയായിരുന്നു? കൽക്കട്ടയിലായിരുന്നു. ഏഷ്യയിലെ ആദ്യ മെഡിക്കൽ കോളേജും ഇത് തന്നെ, കൽക്കട്ട തന്നെ. ഇനി ഇന്ത്യയിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ബോംബെ മെഡിക്കൽ കോളേജ് 1842 ആരാരംഭിച്ചു? ഓക്ലാൻ പ്രഭു എന്ന ഇന്ത്യയുടെ ഗവർണർ ജനറലിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചു. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ ഇത്രയും പഠിച്ചുറപ്പിച്ചു എന്ന് കരുതട്ടെ. അടുത്ത പഠിക്കാമോ? നമ്മൾ അടുത്ത ഭരണാധികാരിയിലേക്ക് ഇനി പോവുകയാണ്. അപ്പോൾ ഓക്ലാൻ പ്രഭു 1836 മുതൽ 42 വരെ, 1836 മുതൽ 42 വരെ ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം നടന്നു. ഇത് ഓക്ലാൻഡിന്റെ വിഡ്ഢിത്തം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്ലാൻഡിന്റെ വിഡ്ഢിത്തം എന്നാണ് അറിയപ്പെടുക. ഓക്കെ അല്ലേ? 1842 ബോംബെയില് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് ഓക്ലാൻ പ്രഭുവിന്റെ കാലഘട്ടത്ത്. എന്നാൽ ഇന്ത്യയിൽ ആദ്യ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിലാണെന്നും കൽക്കട്ട മെഡിക്കൽ കോളേജ് 1835 വില്യം ബെന്റിങ്ങിന്റെ കാലഘട്ടത്താണെന്നും ദയവായി ഓർമ്മിക്കാനായിട്ട് ശ്രമിക്കാം. അവിടെ നമ്മൾ പറയുന്നു എല്ലൻ പ്രഭുവിനെ കുറിച്ച്. ലോർഡ് എല്ലൻബറോ. നിങ്ങൾക്ക് ലോർഡ് എല്ലൻബറോയെ പരിചിതമുണ്ടോ? ലോർഡ് എല്ലൻബറോ പേര് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പേടിയൊക്കെ തോന്നുമെങ്കിലും നമുക്ക് ആധികാരികമായി ലോർഡ് എല്ലൻബറോയെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ലോർഡ് എല്ലൻബറോയെ കുറിച്ച് പഠിക്കാനുള്ളൂ. നമുക്ക് നോക്കാം. യെസ്, കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് കരുതട്ടെ. എല്ലൻബറോ 1842 മുതൽ 1844 വരെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സേവനം ചെയ്ത ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലാണ് ലോർഡ് എല്ലൻബറോ. 1842 മുതൽ 1844 വരെ സേവനം ചെയ്ത ഗവർണർ ജനറലാണ് ലോർഡ് എല്ലൻബറോ. 1843 സിന്ധ് പ്രവിശ്യയെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഈ സിന്ധ് പ്രവിശ്യ എവിടെയാണ്? അതെ, ഇന്നത്തെ പഞ്ചാബ്. ഈ പഞ്ചാബ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലും പഞ്ചാബ് സംസ്ഥാനമുണ്ട്, പാക് പഞ്ചാബ് പ്രവിശ്യയുണ്ട്. ഈ രണ്ടും കൂടെ ചേർത്താണ് സിന്ധ് പ്രവിശ്യ എന്ന പേരിൽ അറിയപ്പെടുക കേട്ടോ. അപ്പൊ 1843 സിന്ധ് പ്രവിശ്യയെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ് ചാൾസ് നേപ്പിയർ. 1843 തന്നെ ഗോളിയാറുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഗോളിയാർ പിടിച്ചടക്കാൻ വേണ്ടി, പക്ഷെ അതിൽ പരാജയമായിരുന്നു ഫലം. ഗോളിയാറുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഗോളിയാർ എന്ന രാജ്യം നമ്മൾ 1857 വിപ്ലവ കാലഘട്ടത്തൊക്കെ പ്രാധാന്യത്തോട് പഠിക്കുന്നതാണ് കേട്ടോ. മനസ്സിലുണ്ടാവട്ടെ, പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ 1843 ഇന്ത്യയിലെ പ്രശസ്ത നാട്ടുരാജ്യമായ ഗോളിയാറുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടത് ലോർഡ് എല്ലൻബറോ ആയിരുന്നു. 1843 ഇന്ത്യൻ അടിമത്ത നിയമം പാസാക്കി. വളരെ പ്രാധാന്യം അർഹിക്കുന്ന പോയിന്റാണ്, ഇന്ത്യൻ അടിമത്ത നിയമം പാസാക്കി. അപ്പോൾ ലോർഡ് എല്ലൻബറോയെ കുറിച്ച് 3 കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുണ്ട്. 3 കാര്യങ്ങൾ. ആകെ 3 വർഷമേ അദ്ദേഹം ഭരണത്തിലുള്ളൂ. 42, 43, 44. 42 ഭരണം ഏറ്റെടുത്ത് 44 അദ്ദേഹം ഇവിടെ നിന്ന് പോവുകയാണ്. നടുക്കുള്ള വർഷം 1843 3 കാര്യങ്ങൾ. 1843 3 കാര്യങ്ങൾ. സിന്ധ് പ്രവിശ്യയെ ബ്രിട്ടീഷിനോട് കൂട്ടിച്ചേർത്തു. അതിന് നേതൃത്വം നൽകിയത് ചാൾസ് നേപ്പിയർ എന്ന ഉദ്യോഗസ്ഥൻ. 1843 ഗോളിയാറുമായി യുദ്ധത്തിലേർപ്പെട്ടു. 1843 ഇന്ത്യൻ അടിമത്ത നിയമം പാസാക്കി. ലോർഡ് എല്ലൻബറോ പഠിക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടെ പഠിക്കേണ്ടത് ഈ ഒരു സെന്റൻസ് ആണ്. ഏറ്റവും പ്രാധാന്യത്തോടു കൂടി.
എന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ അടിമത്ത നിയമം പാസ്സാക്കിയത് 1843 ലോർഡ് എല്ലൻബറോയുടെ കാലഘട്ടത്തിൽ. ഓക്കെ. ഇന്ത്യയിൽ അടിമത്തം നിരോധിച്ചത് 1862 ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം. രണ്ടും രണ്ട് ചോദ്യമാണ്. ഇന്ത്യയിൽ അടിമക്കച്ചവടം നിരോധിക്കുന്നത് 1862 ഇന്ത്യൻ പീനൽ കോഡ് പ്രാബല്യത്തിൽ വന്നപ്പോൾ ഇന്ത്യൻ അടിമത്ത നിയമം പാസ്സാക്കിയത് 1843. കൃത്യമായി പഠിക്കണം കേട്ടോ. അവിടെ പോകുമ്പോൾ ഞാൻ ഇതുകൂടെ കണക്ട് ചെയ്യും, പേടിക്കണ്ട. അപ്പൊ ഇന്ത്യൻ അടിമത്ത നിയമം പാസ്സാക്കിയത് 1843 എല്ലൻബറോയുടെ കാലഘട്ടത്താണ്. എന്നാൽ ഇന്ത്യയിൽ അടിമ കച്ചവടം നിരോധിക്കുന്നത് 1862 ജനുവരി 1 നിലവിൽ വന്ന ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയറിന്റെ അടിസ്ഥാനത്തിലുമാണ്. ഓക്കെ അല്ലേ? ഇത്രയുമാണ് നമുക്ക് ഇന്നേ ദിവസം ഈ ക്ലാസ്സിലൂടെ പഠിക്കേണ്ടിയിരുന്നത്. നമുക്ക് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്താലോ? അടുത്ത ക്ലാസ്സിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങൾ അത്രയും കൃത്യമായി പഠിച്ചുകൊണ്ട് വരണം. അടുത്ത ക്ലാസ്സിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽമാരായ ഹാർഡഞ്ച് ഒന്നാമനെ കുറിച്ചും ഡൽഹൌസിയെ കുറിച്ചും നമ്മൾ പഠിച്ചുറപ്പിക്കും. നമ്മൾ പഠിച്ചുറപ്പിക്കും. അപ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഗവർണർ ജനറൽമാര് മൊത്തം പഠിച്ചു തീർക്കുവാനായിട്ട് കഴിയും. ഒന്ന് മനസ്സ് വെച്ചാൽ മതി, ഇടയ്ക്കൊന്ന് റിവിഷൻ ചെയ്താൽ മതി, മറന്നു പോകത്തില്ല. വർഷങ്ങളൊക്കെ ഓർമ്മ വരും. നമ്മളല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുമെന്നേ, റിവിഷനിലൂടെ നമുക്ക് ഓർമ്മിപ്പിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്താലോ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട്. വില്യം പെൻഡിക്കോട്ട്. വില്യം പെൻഡിക് 1828 മുതൽ 33 വരെ അദ്ദേഹം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്നു. 1833 മുതൽ 35 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ. ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് പ്രഖ്യാപിച്ചത് വില്യം പെൻഡിക് പ്രഭുവാണ്. 1827 ബംഗാളിന്റെ ഗവർണർ ജനറലായി നിയമിക്കപ്പെട്ടു. തുടർന്ന് 1829 ഡിസംബർ 4 സതി നിരോധിച്ചു. സതി നിരോധിക്കാൻ പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ്. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിൽ സതി നിരോധിച്ചത് 1987. 1829 ശൈശവ വിവാഹം ബംഗാൾ പ്രവിശ്യയിൽ നിരോധിച്ചത് വില്യം പെൻഡിക് ആയിരുന്നു. ഇവിടെ ശൈശവ വിവാഹം എന്ന് പറയുമ്പോൾ 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിവാഹം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആകമാനം ശൈശവ വിവാഹം നിരോധിക്കുന്നത് 1929 ശാരദാ നിയമത്തിൽ. ഇർവിൻ പ്രഭുവിന്റെ കാലഘട്ടത്ത് പ്രേരണ നൽകിയത് ഹർബിലാസ് ശാരദ. അവിടെ ആൺകുട്ടികളാണെങ്കിൽ 18 വയസ്സിന് താഴെയും പെൺകുട്ടികളാണെങ്കിൽ 14 വയസ്സിന് താഴെയുമുള്ള വിവാഹമാണ് നിരോധിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിൽ ശൈശവ വിവാഹ നിരോധന നിയമം പാസാക്കുന്നത് 2006. ഈ നിയമം അനുസരിച്ച് ആൺകുട്ടികളാണെങ്കിൽ 21 വയസ്സിന് താഴെയും പെൺകുട്ടികളാണെങ്കിൽ 18 വയസ്സിന് താഴെയുമുള്ള വിവാഹം നിയമം മൂലം നിരോധിക്കപ്പെട്ടു. കറുപ്പ് കച്ചവടത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ബംഗാൾ പ്രവിശ്യയിൽ ബംഗാളിന്റെ ഗവർണർ ജനറലായിരുന്ന വില്യം പെൻഡിക്കിന്റെ കാലഘട്ടത്തിൽ. ബംഗാളിലെ സാധാരണക്കാരായ ഗ്രാമീണരെ ചൂഷണം ചെയ്തിരുന്ന തഗ്ഗുകൾ എന്ന കൊള്ളക്കാരെ അമർച്ച ചെയ്തത് 1830. തഗ്ഗുകളെ അമർച്ച ചെയ്യാനുള്ള സൈനിക നീക്കത്തിന് നേതൃത്വം നൽകിയത് വില്യം സ്ലീമാൻ ആയിരുന്നു. വില്യം സ്ലീമാനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ ഫാൻഡം എന്നാണ്. കൂർഗിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത് വില്യം പെൻഡിക്കിന്റെ കാലഘട്ടത്തിൽ. 1833 മൂന്നാം ചാർട്ടർ നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കുന്നത് ബംഗാളിൽ വില്യം പെൻഡിക് ഗവർണർ ജനറൽ ആയിരുന്ന സമയത്ത്. ആ മൂന്നാം ചാർട്ടർ നിയമം അനുസരിച്ച് വില്യം പെൻഡിക് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി നിയമിക്കപ്പെട്ടു. 1834 മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച റിപ്പോർട്ട് മെക്കാളെ മിനിറ്റ്സ് എന്നാണ് അറിയപ്പെടുക. മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് 1834. മെക്കാളെ മിനിറ്റ്സ് അഥവാ മെക്കാളെ നിയമ കമ്മീഷൻ മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1835. മെക്കാളെ മിനിറ്റ്സിലെ പ്രധാന നിർദ്ദേശങ്ങൾ എങ്ങനെയായിരുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കണം. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാക്കി മാറ്റണം. ഇത് രണ്ടും വില്യം പെൻഡിക് തുടക്കം കുറിച്ചത് മെക്കാളെ മിനിറ്റ്സ് എന്ന വർഷം തന്നെ, അല്ലെങ്കിൽ മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന 1835 തന്നെ. അപ്പൊ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചാരാ? വില്യം പെൻഡിക്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷിലേക്ക് മാറ്റിയതാരാ? വില്യം പെൻഡിക്. ക്ലിയർ? 1834 മെക്കാളെ നിയമ കമ്മീഷനെ നിയമിച്ചു. ആ മെക്കാളെ നിയമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1860. ആ റിപ്പോർട്ട് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ക്രിമിനൽ പ്രൊസീജിയർ. അതോടൊപ്പം ബ്രിട്ടീഷ് പാർലമെന്റ് പഠിച്ചിട്ട് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് 1862 ജനുവരി 1.
അടുത്ത് പറയുന്നു 1835 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിൽ ആരംഭിച്ചു. ഏഷ്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജും കൽക്കട്ട തന്നെ കേട്ടോ. 1835 ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷിലേക്ക് മാറ്റിയപ്പോൾ കോടതികളിലും മറ്റ് ഭരണകാര്യങ്ങളിലും ഒക്കെ ഇംഗ്ലീഷ് ഉപയോഗിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ശഠിച്ചു. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതി ജനങ്ങൾ പരാതിപ്പെട്ടപ്പോൾ വില്യം ബെന്റിക് പറഞ്ഞു, കോടതികളിൽ പ്രാദേശിക ഭാഷയിൽ എന്ത് ചെയ്താൽ മതി, അപേക്ഷ സമർപ്പിച്ചാൽ മതി, പരാതി നൽകിയാൽ മതി. പ്രൊസീജിയർക്ക് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും, എങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ എന്ത് ചെയ്താൽ മതി, അപേക്ഷ സമർപ്പിച്ചാൽ മതി എന്ന് അനുമതി നൽകി. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നാണ് വിളിക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ ബെനവലന്റ് ഗവർണർ ജനറൽ, ഉദാരമനസ്കനായ ഗവർണർ ജനറൽ അഥവാ ദ ബെനവലന്റ് ഗവർണർ ജനറൽ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആധുനിക അല്ലെങ്കിൽ പാശ്ചാത്യ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആധുനിക അഥവാ പാശ്ചാത്യ അഥവാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വില്യം ബെന്റിക്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആധുനിക അഥവാ പാശ്ചാത്യ അഥവാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷനും. അടുത്ത് പറയുന്നു ചാൾസ് മെറ്റ്കാഫ്. അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായി സേവനം ചെയ്തത് 1835 മുതൽ 1836 വരെ. ഇക്കാലയളവിൽ അദ്ദേഹത്തിന്റെ ഒരേ ഒരു പ്രവൃത്തി മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. 1799 റിച്ചാർഡ് വെല്ലസ്ലി പാസാക്കിയ സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് ചാൾസ് മെറ്റ്കാഫ് എന്ത് ചെയ്തു, റദ്ദ് ചെയ്തു. അതുകൊണ്ട് ചാൾസ് മെറ്റ്കാഫിനെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? പത്രപ്രവർത്തനത്തിന്റെ വിമോചകൻ എന്ന് വിളിക്കുന്നു. ഓഗ്ലാൻഡ് പ്രഭു 1836 മുതൽ 42 വരെ. ഇക്കാലയളവിൽ പൂർണ്ണമായും അദ്ദേഹം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തില് സമയം വെറുതെ ചിലവഴിച്ചു. അതുകൊണ്ട് ഒരു പ്രയോജനവും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് 1836 മുതൽ 42 വരെ നടന്ന ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തെ ഓഗ്ലാൻഡിന്റെ വിഡിതം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഓഗ്ലാൻഡ് പ്രഭുവിന്റെ കാലഘട്ടത്ത് 1842 ബോംബെ മെഡിക്കൽ കോളേജിന് തുടക്കം കുറിക്കപ്പെട്ടു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജാണ് ബോംബെ മെഡിക്കൽ കോളേജ്. അതിൽ നമ്മൾ പഠിച്ചു ലോർഡ് എല്ലൻബറോ. ലോർഡ് എല്ലൻബറോയുടെ കാലഘട്ടം 1842 മുതൽ 44 വരെ. പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാം. 1843 സിന്ധ് പ്രവിശ്യയെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അതിന് നേതൃത്വം നൽകിയത് ചാൾസ് നേപ്പിയർ എന്ന ഉദ്യോഗസ്ഥൻ. 1843 ഗോളിയാറുമായി യുദ്ധത്തിലേർപ്പെട്ടു. 1843 ഇന്ത്യൻ അടിമത്ത നിയമം പാസാക്കി. അടിമത്ത നിയമം പ്രത്യേകിച്ച് ഓർത്തു വെക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. പ്രിയ ഉദ്യോഗാർത്ഥികളെ, കൃത്യമായി പഠിച്ചു വരിക. ആധികാരികമായി കൃത്യമായി റിവിഷൻ ചെയ്ത് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോവാം. ഒരു മാർക്ക് പോലും ഈ മേഖലയിൽ നിന്ന് പോകില്ല. ഓക്കെ, ബി ഹാപ്പി ഓൾവേസ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.